Hello everybody, welcome back to another vlog. ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അറൌണ്ട് ഒരു 2 മാസം എങ്ങനെയായി തോന്നുന്നു. And for a person who agreed that I would be editing and posting videos and things like that, I have been lagging behind നല്ല രീതിയിൽ. The usual reasons തന്നെയാണ്, വർക്ക്, വീട്ടിലെ കാര്യം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ തിരക്കായി. അപ്പോ ഈ വ്ലോഗ് ഞാൻ കുറെ നാളെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, പക്ഷെ ഐ കുഡന്റ് ഡു ഇറ്റ്. സോ ഹിയർ ഇറ്റ് ഈസ് ഫൈനലി. സോ ഐ എം ബാക്ക് വിത്ത് എ ട്രാവൽ വ്ലോഗ്. ആൻഡ് ഈ വ്ലോഗ് നമ്മൾ സ്പെഷ്യൽ ആക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ I am doing this solo. ഇതൊരു സോളോ ട്രിപ്പാണ്. ആൻഡ് ദിസ് ഹാസ് ബീൻ മൈ ആഗ്രഹം സിൻസ് കുറേ നാള്. ഞാൻ ഇങ്ങനെ സോളോ ട്രിപ്പിന് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറയുന്നത് ഇസ് നോട്ട് ബിക്കോസ് ഐ വോണ്ട് ടു ഗോ അലോൺ, ലൈക്ക് ഒരുമാതിരി അപ്പോയിന്റ്മെന്റ് ഇല്ലാണ്ടും അല്ലാണ്ട് വീട്ടുകാരും ഫാമിലിയും ഒന്നും ഇല്ലാണ്ട് പോകണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല. അതിന്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം കല്യാണത്തിന് മുമ്പ് പോകാൻ പറ്റിയില്ല, കാരണം അന്ന് എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛനമ്മയോടും പൈസ എടുത്തിട്ട് സോളോ ട്രിപ്പിന് പോകാനുള്ള അത്രയും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പോവാനുള്ളൊരു സമയം കിട്ടി. അച്ഛനും അമ്മയും നാട്ടിലാണ്, പ്രണവ് അപ്പുവേട്ടനും നാട്ടിലാണ്. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിരിക്കുക. അപ്പൊ ഞാനിവിടെ 2-3 ദിവസം എനിക്ക് കുറച്ചൊരു സമയമുണ്ട്, ഫ്രീ ടൈം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും അടുത്ത് എവിടെയെങ്കിലും പോവാം എന്നുള്ളത്. കുറച്ചൊരു ബഡ്ജറ്റ് ട്രിപ്പ് ടു എ നിയർ ബൈ കൺട്രി പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോ കിട്ടിയതാണ് ഒമാൻ. പിന്നെ ഇതിപ്പോ ഞാൻ ഇപ്പൊ അന്വേഷിച്ചതല്ല, മുമ്പ് മുതലേ ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഭിരാമി ഞങ്ങളിങ്ങനെ എപ്പോഴും ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ആക്ച്വലി ഇറ്റ് വാസ് ഹെർ ഐഡിയ ദാറ്റ് വി വിൽ ഗോ ടു ഒമാൻ. ദൈമാനിയാത്ത് ഐലൻഡ്സ് എന്ന് പറഞ്ഞൊരു ഐലൻഡ്സ് ഉണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഐ എം പ്രൊനൗൺസിംഗ് ഇറ്റ് റൈറ്റ് ഓർ റോങ്. ആ സ്ഥലം മൈൻഡിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവൾക്ക് ഇപ്പൊ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു ഇതുകൊണ്ട് റീസൺ കൊണ്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്നിപ്പോ ഞാൻ വിചാരിച്ചു ഐ വിൽ ഡു ഇറ്റ്, കാരണം എനിക്ക് പറ്റിയ സമയമാണ്. സോ വി ആർ ഗോയിങ് ഓൺ എ 3-day ട്രിപ്പ് ടു ദ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ. സോ ആസ് യൂഷ്വൽ ഞാൻ വളരെ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഒന്ന് തിരക്ക് കൂട്ടിയിട്ടാണ് ഒരു ടാക്സി കണ്ടുപിടിച്ച് ഷാർജ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഞാൻ ചെക്ക് ഇൻ ചെയ്തു, കാരണം ഓൾറെഡി ഞാൻ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിരുന്നു. പക്ഷെ ലേറ്റ് ഒന്നും ആയിരുന്നില്ല. എവറിത്തിങ് വെൽ സ്മൂത്ത്ലി. ഇനി ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഇനി എന്തൊക്കെയാ ചെയ്യാനുള്ളതെന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. അവിടെ ചെന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആലോചിച്ച് വെച്ചിട്ടില്ല. കുറച്ചൊരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഐ ഡോണ്ട് നോ ഹൗ ടു പൊസിഷൻ ഇറ്റ് ഇൻ ദി ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ബി ഡൺ. അപ്പോ നോക്കാം എന്തായാലും. സോ ദ ട്രാവൽ ടൈം വാസ് അറൌണ്ട് അപ്രോക്സിമേറ്റ്ലി 1 hour. ഞാൻ മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് എത്തിയത്. പിന്നെ UAE റെസിഡൻസിന് വിസ ഓൺ അറൈവൽ ആയതുകൊണ്ട് വിസ പ്രോസസ് വാസ് പ്രിറ്റി സിമ്പിൾ. അതിനുശേഷം ഞാൻ ഒരു സിം എടുക്കാൻ വേണ്ടിയിട്ട് റെന മൊബൈൽസിൽ പോയി അവിടെ നിന്ന് 3 days അൺലിമിറ്റഡ് കോൾസ് ആൻഡ് ഡേറ്റ കിട്ടുന്ന ഒരു ടൂറിസ്റ്റ് സിം എടുത്തു. അതിനുശേഷം എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു ടാക്സി ബുക്ക് ചെയ്ത് ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. സോ ഫോർ മൈ സ്റ്റേ ഞാൻ ബേസിൽസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഹോസ്റ്റലിൽ ഒരു ബെഡാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് for 2 nights and it costed me only 6.4 OMR which is like 61 dirhams per night. So I made it to the hostel and ഇപ്പൊ ഞാനുള്ളത് ബേസിൽ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഹോസ്റ്റലിലാണ്. എന്നോട് ടാക്സി ചേട്ടൻ കുറെ പ്രാവശ്യം പറഞ്ഞു അത് അത്ര സേഫ് ഒന്നും ആയിരിക്കില്ല എന്നൊക്കെ. പക്ഷെ കയറി വന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കുറെ പേര് താഴെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും നല്ലോണം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക. ആൻഡ് ഐ വാണ്ടഡ് ടു കണക്ട് ടു ഡിഫറെന്റ് പീപ്പിൾ. ഐ തിങ്ക് ദിസ് ഇസ് എ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദാറ്റ്. ആൻഡ് ദ പ്ലേസ് ലുക്സ് നീറ്റ്. അത്യാവശ്യം നീറ്റാണ്. ഞങ്ങൾ ഗോവയിൽ നിന്ന് ഹോസ്റ്റലിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഹെവൻ ആണ്, ഹെവൻ. കാരണം അത്രയും അടിപൊളി. പിന്നെ എനിക്ക് ബെഡ്ഷീറ്റും പിന്നെ ഒരു ബ്ലാങ്കറ്റും ഒരു പില്ലോയും തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് വേഗം സെറ്റ് ചെയ്ത് പുറത്ത് ഡിന്നർ കഴിക്കാൻ പോകണമെന്ന് വിചാരിക്കും. ഞാനിപ്പോ കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു കോസ്റ്റ്യൂമിലേക്ക് മാറി. ഇവിടെ ഇതുവരെ റൂമിക്കാരും വന്നിട്ടില്ല. എല്ലാവരും ഒന്നുമില്ലെങ്കിൽ പുറത്തായിരിക്കും, അല്ലെങ്കിൽ താഴെ ആയിരിക്കും തോന്നുന്നു. ഇതാണ് ഇവരുടെ പുറംഭാഗം. ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫുൾ വില്ലാസ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാം. This is the one. അപ്പൊ ഞാനിപ്പോ ആക്ച്വലി ഒരു നല്ല ഡിന്നർ സ്ഥലം കിട്ടുമോ നോക്കി നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ കുറച്ച് നടന്നപ്പോഴേക്കും കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട് ഇപ്പൊ തന്നെ. അപ്പോ ഞാൻ അത്യാവശ്യം കുറച്ചധികം സ്ഥലം നടന്നു, കറങ്ങി. എനിക്കൊന്നും അവിടെ വിശ്വസിക്കാൻ പറ്റാത്തൊരു എല്ലാം നല്ലതാണ്, പക്ഷെ കോസ്റ്റ് വൈസ് എത്രയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ റിസ്ക് എടുത്തില്ല. അവസാനം ഇവിടെ ഒരു ചെറിയതല്ല, കുറച്ച് വലുത് തോന്നുന്നു, പക്ഷെ ഒരു ഗ്രാൻഡ് പാലസ് റെസ്റ്റോറന്റിൽ കയറി
അവിടെ കയറി ഞാൻ ഒരു സാൻഡ്വിച്ചും ഓറഞ്ച് ജ്യൂസും മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. കാരണം അധികം ഹെവി ഞാൻ എന്തായാലും ഇന്ന് നൈറ്റ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നാളെ രാവിലെ തന്നെ എണീറ്റ് ട്രക്കിങ്ങിന് പോകാനുള്ളതാ. വയറിന് വല്ല പണി കിട്ടി കഴിഞ്ഞാൽ ഫുൾ ടൂർ പാളും. നല്ല ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് അകത്തിരുന്നില്ല, പുറത്തിരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇതാണ് ചുറ്റുപാട്. എന്റെ ഫുഡ് വന്നു ഗൈസ്. ഒരു സാൻഡ്വിച്ച് കിട്ടി, കൊള്ളാം, എനിക്ക് ഇഷ്ടമായി, ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നടത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോവാണ്. വെള്ളവും പേസ്റ്റും മേടിച്ചു, അത്രേ മേടിച്ചുള്ളൂ, വേറെ ഒന്നും മേടിച്ചില്ല. ഇപ്പൊ ബാക്കി നമുക്ക് നാളെ നോക്കാം. ഇനി പോയിട്ട് എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം. ഇതൊക്കെയാണ് പ്ലാൻസ്. നല്ലായിരുന്നു, വളരെ പീസ്ഫുൾ സ്ഥലമാണെന്ന് തോന്നുന്നു. ഞാൻ നിൽക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. വളരെ പീസ്ഫുൾ ആണ്. കുറെ റെസ്റ്റോറൻറ്റ്സ് അടുത്തുണ്ട്, പക്ഷെ ഇതിൽ ഏതാണ് ലൈക്ക് നല്ലത് എങ്ങനെയാ? പിന്നെ ഞാനാണെങ്കിൽ ഈ കറൻസി ഒക്കെ പഠിച്ചു വരുന്നല്ലോ, ഒന്നും അറിഞ്ഞൂടാ. ഞാൻ ആ ഷോപ്പിൽ ആൾക്കാരോട് വെച്ചിട്ട് അവരൊന്നും പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ടും പറ്റിക്കപ്പെടൂ എന്നൊക്കെ ഒരു പേടി. അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങനെ അധികം ഒരു കാര്യമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിനൊന്നും നിന്നിട്ടില്ല. അപ്പൊ എന്തായാലും കൊള്ളാം, നല്ല ഏർപ്പാടാണ്. അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുക, ഒറ്റയ്ക്ക് ഓരോന്ന് ചെയ്യുക. പിന്നെ ഇറ്റ്സ് വെരി സേഫ്. ഓക്കെ, ദാറ്റ്സ് അനദർ തിങ്, വെരി സേഫ്. അങ്ങനെ ഒരു ബാഡ് വൈബൊന്നും അടിക്കുന്നില്ല, ഇതുവരെ അടിച്ചിട്ടില്ല. അങ്ങനെ തന്നെ പോട്ടെ ഈശ്വര. ഇതൊക്കെ ഒറ്റ കുട്ടിയില്ലാട്ടോ ചുറ്റോട്ടത്തൊന്നും ആരുമില്ല. എനിക്ക് പ്രേതത്തിനൊക്കെയാ പേടി സത്യം പറഞ്ഞ. ഇപ്പൊ എന്റെ ചുറ്റുവട്ടത്ത് ഒറ്റ കുട്ടിയില്ല. ഞാനൊരു പുതിയ സ്ഥലത്താണ്, ഒറ്റയ്ക്കാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും പറ്റുമോ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്ത് പോലും നമുക്ക് നടക്കാൻ പേടിയാ. പോരാഞ്ഞിട്ട് വെളിച്ചമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് എന്തുകൊണ്ടാണ് നാട്ടിലൊന്നും എല്ലാവരും പുറത്തേക്ക് പോകാൻ നോക്കുന്നതെന്നുള്ള മനസ്സിലാവുന്നത്. കാരണം നാട്ടിൽ ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യണ്ടേ. സ്വന്തം നാടായിട്ട് എന്താ കാര്യം, പേടിയല്ലായിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ. സോ ഇറ്റ്സ് 11:30 ആൻഡ് ഐ എം ആക്ച്വലി ഗോയിങ് ടു സ്ലീപ്പ്. ഇവിടെ ബാക്കി ആരും കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല കുറ്റബോധം ഉണ്ടാവില്ല. കാരണം ഐ എം മിസ്സിംഗ് ഔട്ട് ഓൺ സോ മച്ച് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം താഴെ നല്ല എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. There is this lady, I don't know from where she is. She looks all gypsy. കുറെ ടാറ്റൂസ് ഒക്കെ ആയിട്ട്. പുള്ളിക്കാരി അവിടെ സ്കേറ്റിംഗ് ലെസൺസ് കൊടുത്തോണ്ടിരിക്കും എല്ലാവർക്കും. പക്ഷേ എനിക്കൊന്നും ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ആകെ ടയർഡായി പോകും. നാളെ രാവിലെ എനിക്ക് എണീറ്റ് പോകണം. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോങ് ഡേ. സോ ഐ ഡോണ്ട് വാണ്ട് റൂയിൻ മൈ ഹെൽത്ത് ഓൺ ദ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ്. കാരണം ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല, ഫുൾ ഓട്ടോ ആയിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നല്ല കാണാം. ഗുഡ് മോർണിംഗ് ആൻഡ് ദിസ് ഇസ് ഡേ 2 ഇൻ ഒമാൻ. ടെക്നിക്കലി ഞാൻ രാവിലെ എണീറ്റ് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഹൈക്കിന് പോകാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി. ഇന്നലെ എനിക്ക് ഈ ഏരിയ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. സോ ദിസ് ഇസ് ദി ലിവിംഗ് ഏരിയ ഓഫ് ദി ഹോസ്റ്റൽ. ദേ അപ്പുറത്ത് കിച്ചണൊക്കെ കാണാം. പിന്നെ ഇവിടെ നിന്ന് തന്നെ കുറച്ച് ഓർഗനൈസ്ഡ് ടൂർസ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ടൂർസ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പക്ഷേ എൻ്റെ ഈ ഡേ ട്രിപ്പ് ബുക്ക് ചെയ്തത് ട്രിപ്പ് അഡ്വൈസറിലൂടെയാണ്. ഇറ്റ് കോസ്റ്റഡ് മീ $82 ഇസ് വാട്ട് ഐ ബിലീവ്, വിച്ച് ഈസ് ലൈക്ക് അറൌണ്ട് 312 AD. ട്രിപ്പ് അഡ്വൈസറിൽ ഇതേപോലെ കുറേ ഡേ ട്രിപ്സും പാക്കേജസ് എല്ലാം ഉണ്ട് വിച്ച് യു ക്യാൻ ചൂസ് ഫ്രം. ആൻഡ് ഐ ഫൈൻഡ് ദിസ് റിയലി വർത്തി ഇഫ് യു ആർ അലോൺ എസ്പെഷ്യലി. കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയേണ്ട, പിന്നെ ഈ ടിക്കറ്റ് പ്രൈസസോ അങ്ങനെ എന്തെങ്കിലും വേറെ ഇൻവോൾവ് കോസ്റ്റിനെ കുറിച്ചൊന്നും പറയേണ്ട. Hi, so can you introduce yourself? Your name, please? Eugene, Sophia, and they both are from Ukraine. We are on our way to Wadi Shab. Yes. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പോകുന്നത് വാദി ഷബിലേക്കാണ്, വിച്ച് ഈസ് വൺ ഓഫ് ദി ഫേമസ് വാദീസ് ഇൻ ഒമാൻ. ആൻഡ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഹൈക്കിംഗ് ട്രെയിൽ, പക്ഷേ ഇറ്റ് ഇസ് സറൗണ്ടഡ് ബൈ ഹ്യൂജ് കാനിയൻസ് ആൻഡ് ദർ ഇസ് സ്വിമ്മിംഗ് ഇൻവോൾവ്. എന്നിട്ട് നമ്മൾ സ്വിം ചെയ്ത് പോകുന്നത് ഒരു ഹിഡൻ കേവിലേക്കാണ് വിത്ത് എ വാട്ടർഫാൾ. നമ്മളപ്പോൾ അവിടെ എത്തിയ ശേഷം ഇതിൻ്റെ എൻട്രൻസിലേക്ക് നടന്നു. ഫ്രം വെയർ വി ഹാവ് ടു ബൈ ലൈക്ക് സർട്ടൺ ഐറ്റംസ് ലൈക്ക് വാട്ടർ ഷൂസ് ഓർ ലൈഫ് ജാക്കറ്റ്സ് ഇഫ് യു ആർ നോട്ട് എ പ്രോ സ്വിമ്മർ ലൈക്ക് മീ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് ഒക്കെ ചെയ്യാം. പക്ഷേ ഒബ്വിയസ്ലി ഇറ്റ്സ് ലിറ്റിൽ പ്രൈസിയർ കമ്പയർഡ് ടു വാട്ട് യു ക്യാൻ ബൈ ഫ്രം യുവർ ലോക്കൽ മാർക്കറ്റ്സ്. സോ ഐ സജസ്റ്റ് യു ക്യാരി ദി എസെൻഷ്യൽസ് ലൈക്ക് വാട്ടർ ഷൂസ് ആൻഡ് വാട്ടർ പ്രൂഫ് മൊബൈൽ കവേഴ്സ്. കാരണം നമ്മൾ അത്യാവശ്യം സ്വിം ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ആൻഡ് നല്ലൊരു പ്രൊട്ടക്റ്റീവ് ഷൂസും വേണം, കാരണം കല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടക്കേണ്ടി വരും അത്യാവശ്യം. To be honest, I was extremely lucky to be with the right group of people. Everybody was super friendly and ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു പരസ്പരം. Yeah, for 2 days, 48 hours, yes.
Hello. What did you say your name was again? Elena. Aishwarya. Ashwarya. Yeah. Oh, long You name. can call me Aishu. Aishu. Yeah. Aishu. Easy. Short one. Yes. Kerala state. I know from the name. Oh, really? Yeah, me too. I want to know where I was staying. My name. I've never been there. Okay. I also never been there. Was never before in India. Yeah. You have never been to India? You should. Wow, look at that. Look at the color of the water. നമ്മൾ കുറേ നടന്നു. ആക്ച്വലി ഒരു 45 മിനിറ്റ്സ് ഹൈക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇപ്പൊ എത്ര മണിയാണ് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം കുറെ പേരുള്ളതുകൊണ്ട് നമ്മൾ വർത്താനം പറഞ്ഞാൽ നടക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഫൺ. കാരണം വെള്ളമൊക്കെ നല്ല നീല കളറായിട്ടിരിക്കണം. നീലയാണ് പച്ചയാണെന്ന് മനസ്സിലാവില്ല. വെരി ബ്യൂട്ടിഫുൾ. ലുക്ക് അറ്റ് ദാറ്റ്. ഇത് ശരിക്കും ഒരു 45 മിനിറ്റ്സ് ടു 1 hour ഹൈക്കാണ്. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് റെസ്റ്റിങ്ങിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ടേക്കിംഗ് ലോങ്ങർ ആൻഡ് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ യുവർ പേസ് ആസ് വെൽ. I can strap that on my bag if you like. It's okay. Thank you. Yes, sure. Thank you so much. ഇനി നമ്മൾ ഇവിടുന്ന് സ്വിം ചെയ്യാൻ പോവാണ്. കുറച്ചധികം അകത്തേക്ക് പോകാനുണ്ട്. നമുക്ക് പോയി എങ്ങനെയാന്ന് കണ്ടറിയാം. അങ്ങനെ ഹൈക്കിംഗ് കഴിഞ്ഞ് നമ്മളിനി സ്വിമ്മിങ്ങിലേക്ക് കിടക്കാൻ പോവാണ്. ആൻഡ് ഐ ഹാഡ് ബോട്ട് ഓൾ ഓഫ് മൈ എസെൻഷ്യൽസ് ഫ്രം ആമസോൺ ഇൻക്ലൂഡിംഗ് മൈ വാട്ടർ പ്രൂഫ് ബാഗ്, മൈ വാട്ടർ പ്രൂഫ് മൊബൈൽ കവർ, മൈ വാട്ടർ ഷൂസ്. ഐ ഹാവ് പുട്ട് ദ ലിങ്ക് ടു ഓൾ ഓഫ് ദീസ് ഐറ്റംസ് ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ ബിലോ, സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എനിക്ക് വെള്ളം അധികം പേടിയില്ലെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് നീന്താൻ അറിഞ്ഞൂടാ. ഐ എം നോട്ട് സോ കോൺഫിഡൻറ്റ് വിത്ത് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഐ ബോറോഡ് എ ലൈഫ് ജാക്കറ്റ്. പക്ഷേ നീന്തൽ അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ അനുഭവിച്ചു. ഞാൻ ഒരുമാതിരി നീർനായ പോലെ ഉണ്ട് ആക്ച്വലി. കാരണം ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ കുട്ടികളുള്ളത് കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരോട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു, ഇൻക്ലൂഡിങ് മൈസെൽഫ്. അങ്ങനെ കുറച്ച് നേരത്തെ കഠിനമായ സ്വിമ്മിങ്ങിന് ശേഷം നമ്മൾ ഇവിടുത്തെ കേവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് എ ഹിഡൻ കേവ്. കാരണം ഇതിൻ്റെ ഈ 2 ചെറിയ വിടവിലൂടെയാണ് നമുക്ക് അകത്തേക്ക് കയറേണ്ടത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അത്യാവശ്യം ക്യൂ ഉണ്ട്. കാരണം ഒരാൾക്ക് ഒരു സമയം അങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റുള്ളൂ. വാദിശബിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വാട്ടർ ലെവൽ ടെൻസ് ടു വേരി ഡിപ്പെൻഡിങ് അപ്പോൺ ദ സീസൺ. ഇപ്പോൾ ഒരു മെയ് ടു സെപ്റ്റംബർ സമയത്ത് വരാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജനറലി ഹോട്ട് സീസൺ ഇൻ ഒമാൻ. അതുകൊണ്ട് തന്നെ വെള്ളം കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഈ വാട്ടർഫോളിൻ്റെയൊക്കെ ഒരു ഫ്ലോ കുറവായിരിക്കാം. ഈ ഒരു കേവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെയും സ്വിം ചെയ്യേണ്ട ആവശ്യം വരുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒമാനിലെ വിൻ്റർ ടൈമിൽ പോയതുകൊണ്ട് ദ വാട്ടർ ലെവൽ വാസ് ഓൾസോ ഗുഡ് ആൻഡ് ദ ക്ലൈമറ്റ് വാസ് ഓൾസോ റിയലി ഗുഡ് ഫോർ ഹൈക്കിംഗ്. Did you enjoy it, Sophie? Yes, I enjoy. Which part did you enjoy the most? Oh, I like hiking. Hiking or And I also like swimming. I like both. the cave part? This one? The cave part? Yeah, it was beautiful. Yeah. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്തുള്ള ഈ വാട്ടർഫോളും പിന്നെ ഈ ടർക്വൈസ് ബ്ലൂ വാട്ടേഴ്സിനിടയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഒമാനി ക്വിസീൻ ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. ആൻഡ് ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി ഡേ ടൂർ. അങ്ങനെ ഒരു കുട്ടി റെസ്റ്റിംഗ് ബ്രേക്കിനൊക്കെ ശേഷം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലേക്ക് പോയി, വിച്ച് ഈസ് ബിമ സിങ്ക് ഹോൾ. ആൻഡ് ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി ഡേ ട്രിപ്പ് ദാറ്റ് ഐ ബുക്ക്ഡ്. ഇതിങ്ങനെ ദൂരം നിന്ന് കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊരു കുളം സെറ്റപ്പ് പോലെയൊക്കെ തോന്നും. ഇറ്റ് ഈസ് സ്റ്റിൽ പ്രിറ്റി. എന്നാലും ഇതിന് വേണ്ടി മാത്രം ഡ്രൈവ് ചെയ്ത് വരണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇഫ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. പക്ഷേ ഇഫ് യു ആർ അറൗണ്ട് ദ പ്ലേസ് ഓർ ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ടു വാദി ഷബ് ദെൻ യു ക്യാൻ ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ബൈ ബിമ സിങ്ക് ഹോൾ ബിക്കോസ് ഇറ്റ് ഈസ് നിയർ ബൈ. Okay, so I was telling her that she looks like this Hollywood actress Cameron Diaz. Don't you? You do. What? You look like her.
How many people have told you this? She has blue eyes. Me not. I have like hazel. But everybody says, I don't know why. People from different countries, they always say, I don't know why. Yep, you do look like her. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആൻഡ് ഇവരെന്നെ ഇനി തിരിച്ച് ബേസിൽ ഹോസ്റ്റലിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും. ദിസ് ഹോൾ ട്രിപ്പ് വാസ് അറൌണ്ട് 8 to 9 hours ആൻഡ് ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ്. അങ്ങനെ ഞാൻ തിരിച്ചെത്തി. അതെ, റൂമിലൊരൊറ്റ കുട്ടിയില്ല. ഹോസ്റ്റലാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒറ്റ ആൾ വീട്ടിലുണ്ടാവില്ല. ആക്ച്വലി നമുക്കിങ്ങനെ പ്രൈവസി ഇല്ല, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ പറയില്ലേ, അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. കാരണം എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നടക്കുകയാണ്. ഇനി ഞാൻ വേഗം പോയി ഫ്രഷൻ അപ്പ് ചെയ്തിട്ട് ഐ എം ഗോയിങ് ടു മീറ്റ് സമ്മൺ സ്പെഷ്യൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനൊരു സ്പെഷ്യൽ ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാന്നുള്ളത്. അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി, ഹു വാസ് മൈ ക്ലാസ്മേറ്റ് 11th and 12th. ഞങ്ങൾ ബെഞ്ച് മേറ്റ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ സ്കൂൾ മാറി വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ തന്നെ മീറ്റ് ചെയ്ത ഒരാളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സെയിം ബെഞ്ചിലായിരുന്നു. ആൻഡ് ദെൻ മറ്റേ പ്രൊജക്ട് പാർട്ട്നേഴ്സ് ഒക്കെ ആയിരുന്നു. എന്റെ അമ്മ വർക്ക് ചെയ്ത ബിൽഡിങ്ങിലായിരുന്നു ശ്രുതിയുടെ വീട്. അപ്പൊ ഞാൻ അവിടെ തന്നെയായിരുന്നു മിക്ക അസൈൻമെന്റ് ഇതിനൊക്കെ മുമ്പായിട്ടൊക്കെ. ആൻഡ് ദെൻ യൂസ് ടു ഹാവ് ലൈക്ക് വീട്ടിലുള്ള മീറ്റിംഗ്സ് ഒക്കെ എപ്പോഴൊക്കെ ഉണ്ടായിരുന്ന കൂട്ടത്തിലുള്ള എന്റെ വളരെ വലിയൊരു ക്ലോസ് ഫ്രണ്ടാണ് ശ്രുതി. പക്ഷെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കോളേജൊക്കെ, ഞാൻ നാട്ടിൽ പോയി, പുള്ളിക്കാരി ഇവിടെ ആയിരുന്നു. അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാനൊന്നും പറ്റിയതല്ല. ബട്ട് വി വർ സ്റ്റിൽ ഇൻ ടച്ച്. അത് കഴിഞ്ഞിട്ട് അവളുടെ എൻഗേജ്മെന്റ് ആണ് പിന്നെ ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞതേ ഇപ്പോഴാണ് കാണാൻ പോണത്. സോ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ രണ്ടുപേരും. ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുള്ളൂ, വർഷങ്ങൾക്ക് ശേഷമൊക്കെ കാണുള്ളൂ. പക്ഷെ വി ആർ സ്റ്റിൽ ഇൻ ടച്ച്. സോ ഇപ്പൊ എന്തായാലും മസ്കറ്റിൽ വന്നു ആൻഡ് ഷീ ഹെൽപ്പ് മീ സോ മച്ച്. ഇവിടുത്തെ ഓരോ കാര്യം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ആയിട്ടും ഞാൻ ചോദിക്കാണ്ട് തന്നെ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിരുന്നു. ശ്രുതിനെ ഞാൻ മീറ്റ് ചെയ്യാൻ പോവാണ് ആൻഡ് ദേ ആർ കമ്മിങ് ടു പിക്ക് മീ അപ്പ്. ഇപ്പോ കുലു, മനാലി, ഷിംല. അതെ 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 അതെ, ഞാൻ കണ്ടിട്ടുള്ള മറ്റേ വീഡിയോസിലൊക്കെ കാണാറുണ്ടായിരുന്നു. ഞാനൊരു അത്യാവശ്യം നല്ല ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെറുതെ പൊക്കി അടിച്ചിട്ടുണ്ട്. ഫോൺ നോക്കിയിരിക്കുന്നു. എനിക്ക് വായിക്കാൻ അറിയോ? വർത്താനം പറഞ്ഞതെല്ലാം ഭയങ്കര ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ആയതുകൊണ്ട് വീഡിയോയിലൊന്നും പറയുന്നില്ല. അതെ, ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് കാണാം. വരും. അതെ, ഞങ്ങൾ വരും. ഞങ്ങൾ ഇനി റാസൽ കൈമലേക്ക് വന്ന് ഇവളുടെ അവിടെ സ്റ്റേ അടിക്കും. ഇത് റസാനൊക്കെ ഷെഹനാസിനൊക്കെ അയച്ചു കൊടുക്കണമല്ലോ അല്ലെ? നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ. അതെ, ഞങ്ങൾ നിങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലെ? അതെ, നമ്മുടെ സ്കൂൾ ടൈം ഒക്കെ പറഞ്ഞു. പിന്നെ ഇതേപോലെ എപ്പോഴെങ്കിലും നമുക്ക് എല്ലാവർക്കും മീറ്റ് ആക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് തീരാണ്. ഞാൻ റൂമെത്തി. ഇനി ഒന്ന് ഫ്രഷൻ അപ്പ് ആയിട്ട് കിടന്നുറങ്ങും. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വ്ലോഗ്. സ്റ്റേ ട്യൂൺഡ്. ടേക്ക് കെയർ.